നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലും പോസ്റ്റിലും ഇടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആര്യനാട് പള്ളിവേട്ടയിൽ നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മരത്തിലും പോസ്റ്റിലും ഇടിച്ച് വാഹനത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥിയായ വിഘ്നേഷ്, ആയ സജല എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ബാക്കിയുള്ളവർക്ക് ആര്യനാട് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. ഇവരിൽ ചിലരെ SAT ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വൈഷ്ണവി, ഹരികൃഷ്ണൻ, മുഹമ്മദ് സയാൻ, ബഫീരാജ്, ഹരിഗോവിന്ദ്, അമേയ, സഫർ ഖാൻ, ഗോപിക, വൈഗ, തേജസ്, ദിയരാജ് എന്നിവരാണ് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിലുള്ള കുട്ടികൾ. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ ജയനെ ആര്യനാട് പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു. നെടുമങ്ങാട് കൈരളി അമൃത വിദ്യാലയത്തിൻ്റെതാണ് വാഹനം. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് സംശയം. സ്കൂൾ ബസ് പുറപ്പെട്ടു. ഞാൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ന്യൂസ് വന്നു, ബസ് ഒരു മരത്തിൽ ഇടിച്ചു. ഉടനെ തന്നെ ഞാൻ ഇവിടെ എത്തിയാണ് ചെയ്തത്. കുറച്ച് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു ഫ്രണ്ട് വന്നായിരിക്കും ഇടിച്ചിട്ടുണ്ടാകുക. ചുണ്ടൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. അതില് പാരന്റ്സ് ഉടനെ തന്നെ എത്തി വേണ്ടുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്ത് അവർ പോയി, വീടുകളിൽ പോയി. ഒരു കുഞ്ഞിന് മാത്രം ചെറിയ പ്രോബ്ലം ഉണ്ട്, അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കണം. പല്ലിന്റെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും ഡ്രൈവർക്ക് പരിക്കില്ല, അറിയില്ല. ഡ്രൈവർക്ക് പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്, നേരിട്ട് കണ്ടിട്ടില്ല. അതിൽ ഉണ്ടായിരുന്ന ആന്റിക്ക് പരിക്കുണ്ട്. ആന്റിയെ കൂടി മെഡിക്കൽ കോളേജിൽ വിളിച്ചിരിക്കുകയാണ്. കയ്യിൽ ചെറിയ പൊട്ടലുണ്ടോ എന്നൊരു ഡൗട്ട്, പെയിൻ ഉണ്ട്. പിന്നെ മറ്റേ ആ കുഞ്ഞിനും ഈ ഫ്രണ്ടിലെ ടീത്തിന് പല്ലിന് പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ഫ്രണ്ടിലോട്ട് വന്ന് ഇടിച്ചതാണ്. അവരുടെ തലയൊന്നും ഇടിച്ചിട്ടില്ല ആരും. എല്ലാവരുടെയും തുമ്പിന് ചെറിയ ഒരു 3-4 കുട്ടികൾക്ക് തുമ്പിന് ചെറിയ. ഡ്രൈവർക്ക് ചോദിച്ചു. അത് അവര് ചോദിച്ചിട്ടുണ്ടാവണം, പോലീസ് ചോദിച്ചിട്ടുണ്ടാവണം. എനിക്ക് ചോദിക്കാൻ പറ്റി, ഞാൻ കണ്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കുഞ്ഞുങ്ങളോടൊപ്പമാണല്ലോ.